ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഇന്ന് ഈ സമയത്ത് എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധാത്മാവിൻ്റെ കരം ശക്തമായ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, പ്രിയ ദൈവപൈതലെ, പ്രിയ കുടുംബമേ, വളരെ ഭാരത്തോട് വേദനയോട് എന്നെ ശ്രമിക്കുന്നുവെങ്കിൽ ഇന്ന് ക്രിസ്തുവിൽ താങ്കൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാരണം യേശു അത്ഭുതങ്ങളുടെ ദൈവം. മിഖാപ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയാക്കും ദൈവം. ഇന്ന് ഈ സമയത്ത് വളരെ പ്രതീക്ഷയോടിരുന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തെ കൽപ്പിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വചനം അയച്ച് വിടുവിക്കുന്ന ദൈവം. ആമേൻ. ഹി സെൻഡ് ഹിസ് വേർഡ് ആൻഡ് ഡെലിവറസ്. ഹല്ലേലൂയ. കർത്താവ് വചനത്തെ അയച്ച് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ്. ഇന്ന് ഈ സമയത്ത് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കാമോ? ദൈവം അത്ഭുതം ചെയ്യും. വചനം പറഞ്ഞിരിക്കുന്ന, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു വീരുവാൻ ഇടയാകും. ആമേൻ. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുവാനായി ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ച്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ ഭാഗം വളരെ സുപരിചിതമായി നമുക്കറിയാവുന്ന ഭാഗമാണ്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ താൻ ചെയ്ത അത്ഭുതങ്ങളിൽ ഒരത്ഭുതമായ ആമേൻ ഈ അനുഭവം, അവന് വളരെ തകർന്ന അനുഭവത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കുടുംബത്തിൽ യേശു കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യുന്ന ആണ് ഈ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ആമേൻ. ഈ ഭാഗത്തിൽ കാണുവാനായി സാധിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള ഭാഗത്ത് ആമേൻ യേശു കർത്താവ് മാർത്തായുടെയും മറിയയുടെയും പട്ടണമായ ബഥാനിയിലേക്ക് പ്രവേശിച്ചു. ബഥാനിയിലേക്ക് യേശു കർത്താവ് പ്രവേശിക്കുവാനിടെ എന്തുകൊണ്ട് കർത്താവ് പ്രവേശിച്ചു? ആമേൻ. യേശു കർത്താവ് പ്രവേശിക്കുവാനുണ്ടായ കാരണം, താൻ സ്നേഹിക്കുന്ന, തന്നെ ഒത്തിരി സൽക്കരിക്കുകയും തന്നെ ആമേൻ സന്തോഷിപ്പിക്കുകയും തൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കുകയും താൻ മുഖാന്തരം ഞങ്ങളുടെ കുടുംബത്തിലും ആനന്ദം പ്രാപിപ്പിക്കുകയും ചെയ്ത ഒരു കുടുംബത്തിൽ ഇതാ നിരാശ വെളിപ്പെട്ടു. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ലാസർ എന്നൊരു വ്യക്തി, അദ്ദേഹം മരിക്കുവാനിടയായി. ലാസർ മരിച്ച് അടക്കപ്പെട്ടു. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മരിച്ചു അടക്കി 4 ദിവസമായി കഴിഞ്ഞു. എന്നാൽ ഇതിനു മുമ്പ് ഒരു കോണ്ടസ്റ്റ് ഇപ്രകാരമുണ്ട്. യേശു കർത്താവ് ലാസർ മരിക്കുന്നതിന് മുമ്പ് ദീനമായി കിടന്നപ്പോൾ യേശു കർത്താവിനെ ആരോ അറിയിച്ചു, താൻ പ്രിയനായി സ്നേഹിച്ച, അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന, തനിക്ക് പ്രിയനായിരിക്കുന്ന ലാസർ ഇതാ ദീനമായി കിടക്കും. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് ആമേൻ ഈ വാർത്ത അറിഞ്ഞിട്ടും യേശു കർത്താവ് താൻ ആയിരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ താൻ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത്, താൻ പാർത്തിരുന്ന സ്ഥലത്ത് വീണ്ടും 2 നാളും കൂടെ പാർക്കുവാൻ ഇടയായി. എന്നാൽ അതിൻ്റെ 2-3 വാക്യങ്ങൾ വേദപുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നു, യേശു കർത്താവ് മാർത്തായെ സ്നേഹിച്ചു, മറിയയെ സ്നേഹിച്ചു. ആമേൻ. യേശുവിന് ഏറ്റവും പ്രിയനായ ലാസർ എന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ യേശു ഒത്തിരി സ്നേഹിച്ച കുടുംബം, യേശു കർത്താവ് ആമേൻ അവർക്കായി കരുതിയ കുടുംബം, യേശു കർത്താവ് ആമേൻ എപ്പോഴെല്ലാം ബഥാനിയ പട്ടണത്തിലേക്ക് കടന്നു പോകുമ്പോൾ ലാസറിൻ്റെ ഭവനം യേശുവിന് ആമേൻ നല്ല പന്തി ഒരുക്കിയിരുന്നു, അത്താഴങ്ങൾ ഒരുക്കിയിരുന്നു. അല്ലെങ്കിൽ യേശുവിന് ഒപ്പമായിരിക്കാൻ, യേശുവിനെ സൽക്കരിക്കുവാൻ ആതിഥ്യ മര്യാദ ഒത്തിരി അറിയാവുന്നതും കാണിക്കുന്നതും യേശുവിനെയും സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ വചനം പറഞ്ഞിരിക്കുന്നു, അവൻ ദീനമായി കിടന്നു എന്ന് അറിഞ്ഞപ്പോൾ, ദീനമായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ യേശു താൻ ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടെ പാർക്കുവാനിടയായി. ഞാൻ വിശ്വസിക്കുന്നു അവൻ യേശു കർത്താവിനോട് ഈ വാർത്തയെ അറിയിച്ചത് ലാസറിൻ്റെയും അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെയും അവൻ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനിയായ വ്യക്തിയായിരിക്കാം. അവൻ ഈ വാർത്ത കണ്ട വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഇദ്ദേഹം രോഗിയായി ദീനമായി കിടക്കുന്നത്, മരണശൈലിയിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ അവൻ ജീവിതം ഇതാ അവസാനത്തിലേക്കായി, ഇനി രക്ഷയില്ല എന്ന് വ്യക്തമായ അനുഭവത്തെ മനസ്സിലാക്കിയ വ്യക്തി ഇതാ യേശു കർത്താവിനെ ഈ വാർത്തയെ അറിയും. അവൻ ലാസറിൻ്റെ കുടുംബത്തിന് വേദന ഉണ്ടാകുന്ന ഈ വാർത്ത താൻ കേട്ടപ്പോൾ യേശു കർത്താവ് മൗനമായി താൻ ആയിരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ പാർക്കുവാൻ ഇടയായി. പ്രിയ സുഹൃത്തെ, ഒരുപക്ഷെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ കുടുംബമേ, താങ്കളും ഇതുപോലെ വളരെ ഭാരത്തിൽ കൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കും. പലപ്പോഴും ലോകം പറഞ്ഞിരിക്കാം, നീ പ്രാർത്ഥനയും യേശുവിനെ അനുസരിച്ച് യേശുവിൻ്റെ പിന്നാലെ നീ കടന്നുപോയതല്ലയോ, അതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾ കടന്നു വന്നത്. അല്ലെങ്കിൽ എപ്പോഴും പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന
അല്ലെങ്കിൽ എപ്പോഴും ആലയത്തിൽ കടന്നു പോകണം, എല്ലാ സമയത്തും യേശുവിന് നീ മുൻതൂക്കം കൊടുക്കണം, ആമേൻ എന്നെല്ലാം പറഞ്ഞിരുന്നുവല്ലോ. ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസം വന്നപ്പോൾ യേശു എവിടെ പോയി? ഒരു പക്ഷേ ഇന്ന് എന്നെ ശ്രമിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലും ഇതേ ചോദ്യങ്ങൾ അനേക പ്രാവശ്യം ലോകം ഉന്നയിച്ചിരിക്കുക. എന്നാൽ ലോകത്തിൻ്റെ വാക്കിന് നീ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. ലോകത്തിൻ്റെ വാക്കിന് നീ ചെവി കൊടുക്കുവാനുള്ളവനല്ല. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു യേശു കർത്താവിനോട് പല വ്യക്തികളും വന്ന് ഇപ്രകാരം, കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിച്ച കുടുംബമാണ്, നിന്നെ ആമേൻ കരുതിയ കുടുംബമാണ്, നിനക്കായി ആമേൻ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത കുടുംബമാണ്, എന്നാലും കർത്താവ് നീ 2 ദിവസം താമസമില്ല. യേശു കർത്താവ് ലോകത്തിൻ്റെ വാക്ക് കാര്യമാകില്ല. കാര്യം യേശുവിന് താൻ ചെയ്യേണ്ടതിനെ പറ്റി, തൻ്റെ ഫോക്കസിനെ പറ്റി, കർത്താവിനെ അവൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യാൻ പോകുന്ന അത്ഭുതത്തെ പറ്റി യേശുവിന് വ്യക്തമായ ഒരു വെളിപ്പാടുണ്ടായിരുന്നു. തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവെ നീ സ്നേഹിക്കുന്ന കുടുംബം ഇതാ ദീനമായി കിടക്കുന്നു, ലാസർ നീ പോകേണ്ടിയോ എന്ന് വേദപുസ്തകം പഠിപ്പിച്ചിരിക്കുന്നു. ആമേൻ. യേശു കർത്താവ് താനായിരുന്ന സ്ഥലത്ത് വീണ്ടും പാർക്കുവാനിടയായി. യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ രോഗം ആമേൻ അല്ലെങ്കിൽ ഈ ദീനം മരണത്തിനായിട്ടല്ല, ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ആകുന്നു. ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ആകുന്നു. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പഠിക്കുന്ന സമയത്ത് യേശു കർത്താവ് ഒരൊറ്റ വ്യക്തിയെ പോലും രോഗത്തിൻ്റെ അനുഭവത്തിൽ ആമേൻ എഴുന്നേൽക്കാൻ പറ്റാതെ എല്ലാവരാലും ആമേൻ വെറുക്കപ്പെട്ട ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ നരകിച്ച ഒരു അനുഭവത്തിൽ മരിക്കുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. ശ്രദ്ധിച്ച് വേദപുസ്തകത്തിൽ എവിടെ പഠിക്കുമ്പോഴും വിശുദ്ധ മത്തായി സുവിശേഷം, മാർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. രോഗക്കിടക്കയിൽ ആമേൻ അങ്ങനെ തന്നെ മരിക്കുവാൻ ദൈവം ഒരു വ്യക്തിയെ അനുവദിച്ചിട്ടില്ല. യേശു കർത്താവ് അനുവദിച്ചിട്ടില്ല. എന്നാൽ അവരെങ്ങനെ മരിച്ചു എന്നറിയാമോ? ആമേൻ. വേദപുസ്തകം പഠിക്കുന്ന സമയത്ത് ലാസർ വീണ്ടും മരിക്കാതിരുന്നില്ല, ലാസർ വീണ്ടും മരിക്കുവാനിടയായി. എന്നാൽ ഇവിടെ പഠിക്കുമ്പോൾ ഈ ദീനം മരണത്തിനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കഷ്ടപ്പെട്ട് നരകിച്ച് വേദനയിൽ മരിക്കുവാൻ ദൈവം ആമേൻ ഒരു വ്യക്തിയെ അനുവദിക്കത്തില്ല. ആമേൻ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്. ആമേൻ. ദീനത്തിൽ മരിക്കുന്നത് അല്ലെങ്കിൽ ആമേൻ രോഗത്തിൻ്റെ അനുഭവത്തിൽ, കാഠിന്യമേറിയ അനുഭവത്തിൽ, കഷ്ടപ്പെട്ട് ജീവിതം വേദനയുടെ അനുഭവത്തിൽ മരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമോ അല്ലയോ? ആമേൻ. ഇതൊരു വലിയൊരു ചോദ്യമായിട്ട് അനേകരുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന ചോദ്യമാണ്. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായി സാധിക്കുന്നു, രോഗത്തിൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ തകർന്നുപോയ ഒരു അനുഭവത്തിൽ മരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം അല്ല. ശ്രദ്ധിച്ച് കേൾക്കുക. ഗ്രീക്കിൽ സാൽവേഷൻ എന്ന പദത്തിൽ, രക്ഷ എന്ന പദത്തിൽ പറഞ്ഞിരിക്കുന്നത് സൊട്ടേരിയോ എന്ന വാക്ക്. സൊട്ടേരിയോ എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സൊട്ടേരിയോ എന്ന വാക്കിൽ ആമേൻ 3 കാര്യം അടങ്ങിയിരിക്കുന്നു. ഒന്നാമതായി ആമേൻ പാപത്തിൽ നിന്ന് ഒരു രക്ഷ, രണ്ടാമതായി ആമേൻ രോഗത്തിൽ നിന്ന് സൗഖ്യം, മൂന്നാമതായി സമൃദ്ധി. സാൽവേഷൻ എന്ന പദം, സൊട്ടേരിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് സാൽവേഷൻ വന്നപ്പോൾ അതിൽ ശ്രദ്ധിച്ച് കേൾക്കുക, 3 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾക്കും രക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. പാപത്തിൽ നിന്ന് മാത്രമല്ല രക്ഷ, രോഗത്തിൽ നിന്ന് സൗഖ്യം എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, രോഗത്തിൽ നിന്ന് രക്ഷ. ആമേൻ. ഭാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ എന്ന് പറഞ്ഞാൽ സമൃദ്ധി. ശ്രദ്ധിക്കുക, രക്ഷ, ആമേൻ, സൗഖ്യം, സമൃദ്ധി, ഇത് 3ഉം ദൈവമക്കളുടെ അവകാശമാണ്. ആമേൻ. സാൽവേഷൻ എന്ന പദത്തിൽ അത് അടങ്ങിയിരിക്കുന്നു. രക്ഷ എന്ന പദത്തിൽ ഈ 3 കാര്യം അടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ 3 നിൻ്റെ ജീവിതത്തിൽ അത് അവകാശമാണ്. പല വ്യക്തികളും ഇതിൻ്റെ വ്യക്തമായ അനുഭവത്തെ മനസ്സിലാക്കാതെ ജീവിതം തള്ളി നീക്കി, ആമേൻ ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും തന്നെയാണ് ദൈവത്തിൻ്റെ ഹിതം, കുഴപ്പമില്ല, ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നന്മ നാം അനുഭവിക്കാതെ വണ്ണം പിശാച് നമ്മുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ ശക്തി ശോഭിപ്പാതിരിപ്പാൻ അവിശ്വാസികളുടെ മനസ്സിനെ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് കുരുടാക്കി.